ഇതു നീതിയാണെന്നു നിനക്ക് തോന്നുന്നുവോ? ദൈവത്തിൻ്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്നു നിനക്ക് പറയാൻ കഴിയുമോ? എനിക്ക് എന്തു ഗുണം? പാപിയാകാതിരുന്നാൽ എന്തു മേച്ചം എന്നു നീ ചോദിക്കുന്നു. ഞാൻ നിനക്കു നിന്നോടുകൂടിയുള്ള സ്നേഹ മറുപടി നൽകാം. ആകാശത്തിലേക്കു നോക്കിക്കാണുക. ഇതാ, നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ. നീ പാപം ചെയ്തുവെങ്കിൽ അവിടുത്തേക്ക് എതിരായി നീ എന്തു നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ? നീ നീതിമാനാണെങ്കിൽ അവിടുത്തേക്കു എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ നിനക്ക് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരുവനെ സർപ്പശിക്കുന്നു. നിന്റെ നീതിയും അങ്ങനെ തന്നെ. മാർഗങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു. ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളികൂട്ടുന്നു. എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നുവെന്ന് മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപർവ്വതങ്ങളെക്കാൾ അറിവും നൽകുന്നുവെന്നു എൻ്റെ സ്രഷ്ടാവായ ദൈവം എവിടെ എന്ന് ആര് ചോദിച്ചിരിക്കുന്നു? അവിടെ അവർ നിലവിളിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല. നീ അവിടുത്തെ കണ്ണുകളിലും നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നു നീ അവിടുത്തെ കരുതുക. പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും. ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.